സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റിവിഷൻ മോക്ക് ടെസ്റ്റ് ആണ്. 100 ചോദ്യങ്ങളുടെ റിവിഷൻ മോക്ക് ടെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റിവിഷൻ മോക്ക് ടെസ്റ്റിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത് സംസ്ഥാനം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി മധ്യപ്രദേശാണ്. കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ബി ജോൺ മത്തായി ആയിരുന്നു. ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി. ജോൺ മത്തായി. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഏത് നദിയിലാണ് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കുറ്റ്യാടി നദിയിലാണ് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത്. കുറ്റ്യാടി നദിയിൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക: കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നുപോകുന്ന ചുരമേത്? ഓപ്ഷൻ സി ആര്യങ്കാവ് ചുരത്തിലൂടെയാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നുപോകുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ആറാമത്തെ ക്വസ്റ്റ്യൻ: തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്ത് കാണുന്ന പ്രതിമ ആരുടേതാണ്? ഓപ്ഷൻ എ ടി മാധവറാവുവിൻ്റെ പ്രതിമയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്ത് കാണുന്ന പ്രതിമ ടി മാധവറാവുവിൻ്റെ പ്രതിമയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: പ്രാചീന കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രമായ കാന്തള്ളൂർ ശാല സ്ഥിതി ചെയ്തിരുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം ജില്ലയിലാണ് പ്രാചീന കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രമായ കാന്തള്ളൂർ ശാല സ്ഥിതി ചെയ്തിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ഹേബർ പ്രക്രിയ എന്നതാണ്. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രോസസ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: മൈ സ്റ്റോറി ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി കമല സുരയ്യയുടെ ആത്മകഥയാണ്. മൈ സ്റ്റോറി കമല സുരയ്യയുടെ ആത്മകഥയാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ: ആശാ മേനോൻ ആരുടെ തൂലികാനാമമാണ്? ഓപ്ഷൻ സി കെ ശ്രീകുമാറിൻ്റെ തൂലികാനാമമാണ് ആശാ മേനോൻ. കെ ശ്രീകുമാറിൻ്റെ തൂലികാനാമം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക: മുഖങ്ങൾ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി പ്രോസോപഗ്നോസിയ എന്നതാണ്. മുഖങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത മസ്തിഷ്കത്തിൻ്റെ അവസ്ഥയാണ് പ്രോസോപഗ്നോസിയ. 12ാമത്തെ ക്വസ്റ്റ്യൻ: ഭീമസേനനെ മുഖ്യ കഥാപാത്രമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? ഓപ്ഷൻ ബി രണ്ടാം ഊഴമാണ്. ഭീമസേനനെ മുഖ്യ കഥാപാത്രമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാം ഊഴം. 13ാമത്തെ ക്വസ്റ്റ്യൻ: മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏത്? ഓപ്ഷൻ ഡി വില്യം ലോഗൻ കമ്മീഷനാണ്. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം. 15ാമത്തെ ക്വസ്റ്റ്യൻ: ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ ബി കറുത്ത മണ്ണാണ്. ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക:
ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ ബി ഗ്രിലിൻ ഹോർമോണാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രിലിൻ ഹോർമോൺ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ അധികാര കൈമാറ്റത്തിനായി മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ മൗണ്ട് ബാറ്റനെ സഹായിച്ച മലയാളി ആര്? ഓപ്ഷൻ എ വി.പി. മേനോനാണ്. ഇന്ത്യയിൽ അധികാര കൈമാറ്റത്തിനായിട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ മൗണ്ട് ബാറ്റനെ സഹായിച്ച മലയാളി വി.പി. മേനോൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 18 കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്നു ആര്? ഓപ്ഷൻ ഡി പൂനം നമ്പൂതിരിയാണ്. 18 കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്നത് പൂനം നമ്പൂതിരി. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എസ് രമേശൻ നായരുടെ ഗുരു പൗർണമി എന്ന കൃതി ആരുടെ ജീവിതത്തെക്കുറിച്ചുള്ളതാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ളതാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എസ് രമേശൻ നായരുടെ ഗുരു പൗർണമി എന്ന കൃതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത്? ഓപ്ഷൻ ബി വയനാട് ജില്ലയാണ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് വയനാട് ജില്ല. 21ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ എ 2007 കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 2007. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി ഏത്? ഓപ്ഷൻ ബി കാഞ്ചൻജംഗയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. 23ാമത്തെ ക്വസ്റ്റ്യൻ. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഏത്? ഓപ്ഷൻ സി ഓക്കുലോ മോട്ടോർ നാഡിയാണ്. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓക്കുലോ മോട്ടോർ നാഡി. 24ാമത്തെ ക്വസ്റ്റ്യൻ. നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി വിഷമദൃഷ്ടി എന്നതാണ്. നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി. 25ാമത്തെ ക്വസ്റ്റ്യൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ഇ.കെ. വേലായുധനായിരുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായിരുന്നു ഇ.കെ. വേലായുധൻ. 26ാമത്തെ ക്വസ്റ്റ്യൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ വർഷമേത്? ഓപ്ഷൻ ഡി 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ വർഷം 1910. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എം.കെ. മേനോൻ രചിച്ച അവകാശികൾ എന്ന നോവലിൽ പശ്ചാത്തലമായ രാജ്യമേത്? ഓപ്ഷൻ സി മലേഷ്യയാണ്. എം.കെ. മേനോൻ രചിച്ച അവകാശികൾ എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ രാജ്യം മലേഷ്യ. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി ഏത്? ഓപ്ഷൻ ഡി അയണോസ്ഫിയർ ആണ്. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ എ കാക്കിനഡയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിതമായത് കാക്കിനഡയിൽ. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൊച്ചിയിലെ ഏത് രാജാവിനാണ് പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ചു നൽകിയത്? ഓപ്ഷൻ എ വീരകേരളവർമ്മയ്ക്കാണ് കൊച്ചിയിലെ
വീര കേരളവർമ്മ രാജാവിനാണ് പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ച് നൽകിയത്? 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏതു പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 32ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം ഏത്? ഓപ്ഷൻ സി കാമരാജർ തുറമുഖമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖമാണ് കാമരാജർ തുറമുഖം. 33ാമത്തെ ക്വസ്റ്റ്യൻ. 1922 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസാണ്. 1922 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. DPT വാക്സിൻ മുഖേന പ്രതിരോധിക്കുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി പോളിയോ ആണ്. DPT വാക്സിൻ മുഖേന പ്രതിരോധിക്കുന്ന രോഗങ്ങളിൽ പെടാത്തത് പോളിയോ. താഴെ പറയുന്നവയിൽ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ എവിടെയാണ് സ്വാതന്ത്ര്യ ജ്യോതി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പോർട്ട് ബ്ലെയറിലാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ജ്യോതി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പോർട്ട് ബ്ലെയർ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളിൽ പെടാത്തതേത്? ഓപ്ഷൻ സി ബംഗാളി ഭാഷയാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളിൽ പെടാത്ത ഭാഷ ബംഗാളി ഭാഷ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയായ സമ്പർക്ക പ്രക്രിയ ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻ ഡി പെരിഗ്രിൻ ഫിലിപ്സ് ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയായ സമ്പർക്ക പ്രക്രിയ ആവിഷ്കരിച്ചത് പെരിഗ്രിൻ ഫിലിപ്സ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. നിയമപരമായ അവകാശമായ സ്വത്താവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി 300A ആണ്. നിയമപരമായ അവകാശമായ സ്വത്താവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 300A. 39ാമത്തെ ക്വസ്റ്റ്യൻ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ ബി ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവിയാണ് ഉള്ളൂർ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏത്? ഓപ്ഷൻ സി അൺടു ദി ലാസ്റ്റ് ആണ്. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകമാണ് അൺടു ദി ലാസ്റ്റ്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജനനി നവരത്ന മഞ്ജരിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ എ ശ്രീ നാരായണ ഗുരുവാണ്. ജനനി നവരത്ന മഞ്ജരിയുടെ കർത്താവ് ശ്രീ നാരായണ ഗുരു. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാലത്തിൻ്റെ സാക്ഷി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാടാണ്. കാലത്തിൻ്റെ സാക്ഷി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിനാണ്. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ.
46-ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ കാന്തിക ശക്തിക്ക് അനുസരണമായി സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏത്? ഓപ്ഷൻ സി ഒച്ചിനാണ്. ഭൂമിയുടെ കാന്തിക ശക്തിക്ക് അനുസരണമായി സഞ്ചരിക്കാൻ കഴിവുള്ള ജീവിയാണ് ഒച്ച്. 47-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേവികുളത്ത് ഉത്ഭവിച്ച് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പാമ്പാർ നദിയാണ്. ദേവികുളത്ത് ഉത്ഭവിച്ച് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് പാമ്പാർ നദി. 48-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി കർണാലിലാണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കർണാൽ. 49-ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ ഡി 1938-ലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ച വർഷമാണ് 1938. 50-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1907 കുമാരനാശാൻ്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? ഓപ്ഷൻ സി മിതവാദി പത്രത്തിലായിരുന്നു. 1907 കുമാരനാശാൻ്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രമായിരുന്നു മിതവാദി പത്രം. 51-ാമത്തെ ക്വസ്റ്റ്യൻ, ഡക്കാൻ പീഠഭൂമി, ബംഗാൾ ഉൾക്കടൽ എന്നിവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ഓപ്ഷൻ സി പൂർവഘട്ട മലനിരകളാണ്. ഡക്കാൻ പീഠഭൂമി, ബംഗാൾ ഉൾക്കടൽ എന്നിവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പൂർവഘട്ട മലനിരകൾ. 52-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ? ഓപ്ഷൻ എ ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയാണ്. 53-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷമേത്? ഓപ്ഷൻ ബി 1992-ലാണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷമാണ് 1992. 54-ാമത്തെ ക്വസ്റ്റ്യൻ, ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത്? ഓപ്ഷൻ സി ലോർഡ്സ്, ഇംഗ്ലണ്ടാണ്. ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ലോർഡ്സ് സ്റ്റേഡിയം, ഇംഗ്ലണ്ട്. 55-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ഏത്? ഓപ്ഷൻ ഡി കാണ്ട്ല തുറമുഖമാണ്. ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. 56-ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് ദി ടേസ്റ്റ് ഓഫ് ഇന്ത്യ? ഓപ്ഷൻ ഡി അമുലിൻ്റെ ആപ്തവാക്യമാണ് ദി ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നത് അമുലിൻ്റെ ആപ്തവാക്യമാണ്. 57-ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആര്? ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ്. 58-ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ഒറീസയുടെ തീരപ്രദേശമാണ് ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നത്. ഒറീസയുടെ തീരപ്രദേശം. 59-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ സി ലിൻലിത്ഗോ പ്രഭു ആയിരുന്നു. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു ലിൻലിത്ഗോ പ്രഭു. 60-ാമത്തെ ക്വസ്റ്റ്യൻ, 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ സി മുംബൈ നഗരമാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് മുംബൈ നഗരം. 61-ാമത്തെ ക്വസ്റ്റ്യൻ, പുനരുപയോഗിക്കാൻ ശേഷിയുള്ള ISROയുടെ വിക്ഷേപണ വാഹനമേത്? ഓപ്ഷൻ ബി RLV-TD ആണ്. പുനരുപയോഗിക്കാൻ ശേഷിയുള്ള ISROയുടെ വിക്ഷേപണ വാഹനമാണ് RLV-TD.
62ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രോജക്റ്റ് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിത ആരായിരുന്നു? ഓപ്ഷൻ ഡി ടെസ്സി തോമസ് ആയിരുന്നു. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രോജക്റ്റ് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിതയായിരുന്നു ടെസ്സി തോമസ്. 63ാമത്തെ ക്വസ്റ്റ്യൻ, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെടുത്താവുന്ന സംഭവം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി നിസ്സഹകരണ പ്രസ്ഥാനമാണ്. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെടുത്താവുന്ന സംഭവം താഴെ പറയുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനം. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹോഴ്സിലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശിലാണ്. ഹോഴ്സിലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത്. 65ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ കാലാവധി എത്ര? ഓപ്ഷൻ ഡി രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതിന് കാലാവധിയില്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭ. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന മുൻ ഫ്രഞ്ച് അധീന പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ചന്ദ്രനഗർ ആണ്. പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന മുൻ ഫ്രഞ്ച് അധീന പ്രദേശമാണ് ചന്ദ്രനഗർ. 67ാമത്തെ ക്വസ്റ്റ്യൻ, സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ ഡി സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏത്? ഓപ്ഷൻ എ അരുണ രക്താണുക്കളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണ രക്താണുക്കൾ. 69ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള ആദ്യ അംബാസഡർ ആരായിരുന്നു? ഓപ്ഷൻ എ കെ എം പണിക്കർ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള ആദ്യ അംബാസഡർ ആയിരുന്നു സർദാർ കെ എം പണിക്കർ. 70ാമത്തെ ക്വസ്റ്റ്യൻ, ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏതു വസ്തുവാണ്? ഓപ്ഷൻ ഡി സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായിട്ട് സിലിക്കൺ ഡയോക്സൈഡ്. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി വാളയാറിലാണ്. മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാറിൽ. 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താജ്മഹലിനെ കാലത്തിൻ്റെ കവിളിത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോറാണ്. താജ്മഹലിനെ കാലത്തിൻ്റെ കവിളിത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. 73ാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ബി കണ്ണൂർ ജില്ലയ്ക്കാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത് കണ്ണൂർ ജില്ലയിൽ. 74ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ഡി ലാൽ ബഹാദൂർ ശാസ്ത്രിയായിരുന്നു. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി. 75ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആർ ശങ്കർ ആണ്. കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. 76ാമത്തെ ക്വസ്റ്റ്യൻ, ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ ഡി ബാക്ടീരിയ ആണ്. ടൈഫോയിഡിന് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ. 77ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന്? ഓപ്ഷൻ എ ഡിസംബർ 14-നാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനമാണ് ഡിസംബർ 14. 78ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ ബി ഡി ഉദയകുമാറാണ്. ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഡി
ഉദയകുമാർ. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ റഷ്യൻ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഓപ്ഷൻ സി ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്. താഴെ പറയുന്നവയിൽ റഷ്യൻ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ എ ബാരോമീറ്റർ ആണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഓപ്ഷൻ ഡി ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ എ കെ ഗോപാലനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എ കെ ഗോപാലൻ. 83ാമത്തെ ക്വസ്റ്റ്യൻ. ഏതു വർഷമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ സി 1975 ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷമാണ് 1975. 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20 ഹെർട്സിലും കുറവുള്ള ആവൃത്തിയുള്ള ശബ്ദം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഇൻഫ്രാസോണിക് ശബ്ദം എന്നതാണ്. 20 ഹെർട്സിലും കുറവ് ആവൃത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് ശബ്ദം. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു ആണ്. ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് ദണ്ഡി യാത്രയെ വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു. 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ ഡി എ കെ ഗോപാലനായിരുന്നു. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് എ കെ ഗോപാലൻ. 87ാമത്തെ ക്വസ്റ്റ്യൻ. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമേത്? ഓപ്ഷൻ സി ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1882 ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനിൽ അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ എ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. 1882 ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനിൽ അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സയ്യിദ് അഹമ്മദ് ഖാൻ. 89ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ മൗണ്ടൻ റെയിൽവേ ഏത്? ഓപ്ഷൻ സി ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ആണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ എ അയ്യങ്കാളിയാണ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാരെ? ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസിനെയാണ്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെ. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ എ രാജ ഹരിസിംഗ് ആയിരുന്നു. ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവായിരുന്നു രാജ ഹരിസിംഗ്. 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹണ്ടിങ്ടൺ ഡിസീസ് ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ഓപ്ഷൻ എ നാഡീവ്യവസ്ഥയാണ്. ഹണ്ടിങ്ടൺ ഡിസീസ് ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയെയാണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ. ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയുടെ പശ്ചാത്തല പ്രമേയം എന്തായിരുന്നു?
ഓപ്ഷൻ എ മലബാർ ലഹളയായിരുന്നു. ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയുടെ പശ്ചാത്തല പ്രമേയമായിരുന്നു മലബാർ ലഹള. 95-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൊച്ചി മെട്രോ ഇന്ത്യയിൽ എത്രാമതാണ്? ഓപ്ഷൻ ഡി 8-ാമതാണ് കൊച്ചി മെട്രോ ഇന്ത്യയിൽ 8-ാമത്. 96-ാമത്തെ ക്വസ്റ്റ്യൻ. ഓവർ ഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എഴുതിയതാര്? ഓപ്ഷൻ ഡി ഉർജിത് പട്ടേലാണ് ഓവർ ഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എഴുതിയത് ഉർജിത് പട്ടേൽ. 97-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമേത്? ഓപ്ഷൻ ബി പരേഷ്നാഥ് കുന്നുകളാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ. 98-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏത്? ഓപ്ഷൻ സി നാഗാർജുന സാഗറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവാണ് നാഗാർജുന സാഗർ റിസർവ്. 99-ാമത്തെ ക്വസ്റ്റ്യൻ. റാണിഘട്ട് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് റാണിഘട്ട് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 100-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി പാമ്പാർ നദിയാണ്. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ നദി. ഓക്കെ ഫ്രണ്ട്സ്.